എല്ലാവർക്കും ഗോൾഡൻ ഫാർം മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പയർ നടുന്നതിനെ കുറിച്ചാണ്. ഇത് കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കി വച്ച മണ്ണാണ്. കുമ്മായമൊക്കെ മിക്സാക്കി നല്ല രീതിയിൽ മറിച്ച് ഇപ്പോൾ ഇന്ന് ഇതിൽ ശീമക്കൊന്നയുടെ ചപ്പ് കൊത്തി ഇട്ട് വച്ചിരിക്കുകയാണ്. മണ്ണിൽ കുമ്മായമിട്ട് മിക്സാക്കി വെച്ചിട്ട് ഇന്നൊക്കെ ഏകദേശം 8 ദിവസമായി. ആദ്യം തന്നെ നമുക്ക് പയറിൻ്റെ വിത്ത്, നല്ല രീതിയിലുള്ള പയറിൻ്റെ വിത്ത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ 3 തരം വിത്തുകളുണ്ട്. അർക്കാമംഗളിയും അതുപോലെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് ഫാമിൽ നിന്ന് വാങ്ങിയ വിത്തുകളുമാണുള്ളത്. ഇത് സീഡോമോണസ് ലായനിയാണ്. ഒരു കപ്പിൽ കുറച്ച് സീഡോമോണസ് ലായനി എടുത്ത് അത് ലായനിയാക്കി അത് തെളിവ് ആകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ച് ട്രേ നിറയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പോട്ടിംഗ് മിശ്രിതമല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ ഈ ഡ്രൈയിൽ നിറക്കാറില്ല. ചകിരിച്ചോറ് ഇത് ചെയ്തെടുത്ത പോട്ടിംഗ് മിശ്രിതമാണിത്. വളക്കടയിൽ നിന്നും വാങ്ങിയതാണ്. മിശ്രിതം 5 കിലോയുടെ ഒരു ചാക്കിന് 150 രൂപ വില കൊടുത്ത് നമ്മുടെ അടുത്തുള്ള വളക്കടയിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ എപ്പോഴും വിത്ത് മുളപ്പിക്കുമ്പോൾ മണ്ണും മറ്റ് വളങ്ങളൊന്നും ചേർക്കാറില്ല. ഈ ചകിരിച്ചോറ് മിശ്രിതം മാത്രമാണ് ചേർക്കാറുള്ളത്. കാരണം മണ്ണും മറ്റ് വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ വിത്ത് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മാത്രം ചേർത്ത് വിത്ത് മുളപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ വിത്ത് മുളച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് കിട്ടാറുണ്ട്. ഈ ഡ്രൈയിൽ ഏകദേശം 98 വിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ കഴിയും. 98 കുഴികളാണ് ഈ ഡ്രൈയിലുള്ളത്. മൊത്തം ഡ്രൈയിൽ മിശ്രിതം ഫില്ലാക്കിയ ശേഷം മറ്റൊരു ഡ്രൈ എടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് വിത്ത് വയ്ക്കേണ്ട പാകത്തിലുള്ള കുഴികൾ കിട്ടുന്നതാണ്. നേരത്തെ തെളിയാൻ വച്ച സീഡോമോണസ് ലായനിയാണിത്. അത് നേർപ്പിച്ച് അതിൻ്റെ തെളിവ് ഊറ്റിയെടുത്ത് അതിൽ വിത്തുകളൊക്കെ ഇട്ട് വയ്ക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇത് ഈ സീഡോമോണസ് ലായനിയിൽ കുതിരാൻ വച്ചതിന് ശേഷം വിത്തെടുത്ത് ഡ്രൈയിൽ പാകി തുടങ്ങാം. ശേഷം വെള്ളം തെളിച്ച് വയ്ക്കുക. പയർ മുളച്ച് നടുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.